നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സൈറ്റിൽ പോകുന്ന വഴിക്ക് കോർപ്പറേഷൻ ഓഫീസിൽ കയറി ഈ ഫയല് ജയചന്ദ്രൻ സാറിനെ ഏൽപ്പിക്കണം. എന്നിട്ട് സാറ് തരുന്ന പേപ്പേഴ്സുമായിട്ട് നേരെ ഓഫീസിലേക്ക് വരണം. ഏട്ടാ, ഇന്ന് ഞാൻ സൈറ്റിൽ പോകുന്നില്ല. പോകുന്നില്ലേ? അതെന്താ? എനിക്കിന്നൊരു ആളെ കാണാൻ പോണം. അത് നാളത്തേക്ക് മാറ്റി വെച്ചൂടെ? ഇന്ന് നിന്നെ കൊണ്ട് വേറെ ചില അത്യാവശ്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. ഇന്ന് എന്തായാലും പറ്റില്ല. ഞാൻ ചെല്ലെന്ന് വാക്കുകൊടുത്തു. ആ ആളോട് ഇന്ന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോരെ? അതൊന്നും പറ്റില്ല. എനിക്ക് പോയേ പറ്റൂ. അത്യാവശ്യമാണെങ്കിൽ അവൻ പോട്ടെ സച്ചേട്ടാ. കോർപ്പറേഷൻ ഓഫീസിൽ നാളെ പോവാലോ. ഇല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇടാം. നീ വയ്ക്കാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. നിങ്ങൾ സംസാരിച്ചിരിക്കും. പോട്ടെ. എന്താടി, എന്താ കാര്യം? സച്ചേട്ടൻ നിന്നോണ്ട് നീ പറയാത്തെന്ന് എനിക്ക് മനസ്സിലായി. എന്താടി, എന്താ നിന്റെ പ്രശ്നം? അത് ചേച്ചി, നീ മനുഷ്യനെ ടെൻഷനാക്കാതെ കാര്യം എന്താന്ന് പറ. അതിരെ ചേച്ചി, അത് വേറൊന്നുമല്ല. കുറെ നേരമായല്ലോ നിനക്ക് കോള് വരുന്നു. ആദ്യം നീ ആ ഫോൺ എടുത്ത് സംസാരിക്കും. ഹലോ, എത്ര നേരം ഞാൻ തന്നെ വിളിക്കുന്നു. താനിത് എവിടെയാ? ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നതേ ഉള്ളൂ. കുറച്ചുകൂടി വൈകും. കാണാൻ ആഗ്രഹിച്ചിട്ട്. ഹലോ ഹലോ, തനിക്ക് പറഞ്ഞിട്ടെന്തിനാ? ആരെയോ കാണണോന്ന് ആഗ്രഹിച്ചെന്നൊക്കെ ഫോണിൽ പറയുന്ന കേട്ടു. എന്നെ കണ്ടപ്പോ സംശയാസ്പദമായ രീതിയിൽ കോള് കട്ട് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് ചോദിച്ചതാ. പലപ്പോഴും ഞാൻ തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്റെ സ്വകാര്യതയിൽ കടന്നു കയറരുതെന്ന്. അതിന് സന്ദീപിന് എന്താ ഇത്ര സ്വകാര്യത? എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ഷെയർ ചെയ്തൂടെ? അതിന് മാത്രമുള്ള ബന്ധം നമ്മൾ തമ്മിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു ഫ്രണ്ടായിട്ട് പോലും ഞാൻ തന്നെ പരിഗണിച്ചിട്ടില്ല. എന്നൊന്ന് വെറുതെ വിടോ പ്ലീസ്. എന്തു പറ്റി അതിരെ? വന്ന നേരം മുതലേ നീ ആകെ മൂഡ് ഓഫ് ആണല്ലോ. അത് വേറൊന്നുമല്ല ചേച്ചി. എൻ്റെ ഒരു കാര്യത്തില് എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ചേച്ചിയോട് കൂടി ചോദിക്കാന്ന് കരുതി. എന്താ കാര്യം? ഞാൻ പറയാം. എനിക്കിപ്പോ തോന്നുന്നു അതിനുള്ള സമയമായിട്ടില്ലെന്ന്. എന്റെ തീരുമാനങ്ങളൊക്കെ എനിക്കൊന്നുകൂടി ഉറപ്പുവരുത്താനുണ്ട്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികള് എനിക്കൂടി ബോധ്യപ്പെടണമല്ലോ. നീ എന്തൊക്കെയാടി പറയുന്നേ? ഞാൻ പിന്നീട് ചേച്ചിയോട് എല്ലാം വന്ന് പറയും. രണ്ടിലൊന്ന് ഞാൻ അതിന് തീരുമാനിക്കട്ടെ. നീ ഒരു കാര്യം ചെയ്യും. താഴെ ചെന്ന് അമ്മയുടെ ചേച്ചിയുടെ എന്നൊരു ചായ വാങ്ങിച്ചു കുടിച്ച് അവിടെ ഇരുന്ന് ആലോചിക്കും. എന്നിട്ട് കഴിയുമെങ്കിൽ തീരുമാനിക്കും. അപ്പോഴേക്കും ഞാൻ വരാം. എനിക്ക് മുറിയിൽ പിടിക്കുന്ന ജോലിയുണ്ട്. ഈ പെണ്ണിന്റെ ഒരു കാര്യം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.